കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്. ഞാൻ നല്ല ഭംഗിയും എല്ലാവരും പറഞ്ഞപ്പോൾ താങ്ക്സ് സ്പെഷ്യൽ താങ്ക്സ്. 111 അറ്റത്തോ അതെവിടെ ലോക്ക് ഓപ്പൺ ആണ്. എന്തായാലും കുടിക്കുന്നില്ലല്ലോ. ഇതൊരു 2 ഗ്ലാസ് ഉണ്ടാവും കേട്ടാ. ഈ കുപ്പി 2 ഗ്ലാസ് ഉണ്ടാവും. നിന്റെ എങ്ങനെ ഉണ്ടാക്കണത് നോക്കണേ. ചെയ്യാം വീഡിയോ എടുത്ത് ഓക്കെ. അപ്പോൾ നമ്മൾ നാളെ മോർണിംഗ് തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ സാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാരി ചെയ്ത് കഴിഞ്ഞു ഉണ്ടോ, അയണൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തിട്ടാ അല്ല, നാളെ നേരത്തെ നിങ്ങൾ നേരത്തെ കണ്ട 3 പേരിൽ ഒരാളാണ് ബ്രൈഡ്. ബാക്കി 2 പേരും കല്യാണം കഴിഞ്ഞു. നമ്മൾ തന്നെയായിരുന്നു മേക്കപ്പ് ഉണ്ടായിരുന്നത്. സോ ഇനിയിപ്പോൾ നാളെ നമ്മളിപ്പോൾ കിടക്കാനൊന്നും സമയമില്ല, ഉറങ്ങാനൊന്നും ടൈമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരുന്നിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം തന്നെ ബ്രൈഡൊക്കെ വരും. സോ നമുക്കൊട്ടും ടൈമില്ല. അപ്പം തന്നെ 11:30 ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞു. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അവൾ ഓൾറെഡി കിടന്നു. സോ ഞാൻ കിടക്കാൻ പോവുകയാണ്. സമയമില്ല, ഇനി ആകെ 2 മണിക്കൂറുള്ളൂ. സോ എനിക്ക് ഉറക്കൊന്നും വരാൻ ചാൻസ് ഉറക്കം വരില്ല. ചുമ്മാ കിടക്കാമെന്ന് മാത്രം. പിന്നെ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട് നമ്മൾ പ്രയാറാണ് നമുക്ക് ഇന്നത്തെ വർക്കുള്ളത്. അപ്പോൾ നമുക്കവിടെ ഹോട്ടലെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ 2:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2:30 ആകുമ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് മതി. കണ്ണും ലിപ്സും കുറച്ച് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഫേസിനനുസരിച്ചുള്ളൊരു ഹെയർ സ്റ്റൈൽ. ഗുരുവായൂർക്ക് പോകണ്ടേ? ഗുരുവായൂരിൽ നിന്നല്ലേ കൊട്ടാൻ കിട്ടുക. അതാണെങ്കിൽ വീട്ടിൽ അടിപൊളിയായിട്ടുള്ള പൂവ്. അത് ഇന്നൊക്കെ വെക്കാൻ പറ്റും. അത് ശരിയാ. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ. അത് ഭയങ്കര അകലായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവസാനം ക്യാമറ അന്ന് മറ്റേ ബീച്ചില് ഷൂട്ട് ചെയ്യാൻ പോയിട്ട് ഓർമ്മയില്ലേ? അവര് എന്താ ടച്ച് ചെയ്തല്ലേ? ബീച്ചില് ഷൂട്ട് ചെയ്യാൻ പോയിട്ട് അവന്റെ അവര് മേക്കപ്പ് നോക്കില്ല. അവര് കണ്ണാട വെപ്പിക്കും, പലതും ചെയ്യും. പക്ഷെ അവര് മറ്റേ ഭംഗി നോക്കുള്ളൂ. മറ്റേ ഇന്ത്യൻസ് ഭംഗി നോക്കില്ല. വേറെ എനിക്ക് മനസ്സിലായത് എന്താ ചെയ്ത ക്ഷാമ എക്സ് ബ്രൈഡ് ക്ഷാമ എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരത്തിന് കല്യാണത്തിന്
അതെ, എന്റെ കല്യാണത്തിന്റെ പോലെ തന്നെ ഐശുവിനെ അടിപൊളിയാക്കണം. എന്നെ പൊളിയാക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അല്ലാണ്ട് അവിടെ സാധാരണ ഓപ്പോസിറ്റ് എനിക്ക് തന്നെ വന്നാൽ മതി. ചിലര് പറയും കേട്ടോ എന്റെ ചെക്കൻ ഞെട്ടണം, എന്റെ ചെക്കൻ ഭയങ്കര മേക്കപ്പ് വിരോധിന്. അങ്ങനെയല്ല, ഇത് നാച്ചുറൽ ആയിട്ട് കാണുന്നത് ഇഷ്ടം. അപ്പൊ ഞെട്ടും. അപ്പൊ അത് അങ്ങനെയാകുമ്പോ അത് കുറച്ചിട്ട ഞെട്ടും, പേടിക്കണ്ട. ഫസ്റ്റ് എൻഗേജ്മെന്റിന് വന്നിട്ട് ഇത് അത് ശരി. പിന്നെ കല്യാണത്തിന് പിന്നെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ ഞാനത് കണ്ടു വാങ്ങിട്ടുണ്ട് കല്യാണത്തിന് തോന്നിയത്, ഓർമ്മയില്ലാണ്ട്. പ്രശ്നമൊന്നും ചെയ്തിട്ട് നിൽക്കണം. പക്ഷെ വെയിറ്റ് ഉണ്ടാവില്ല. വെയിറ്റ് ഉണ്ടാവും. ഇവിടെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെയും ചെയ്തത് കാവ്യാണ്. അപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു കാവ്യ. എനിക്കാണ് കമ്മീഷൻ തരണത്. മനസ്സിലായി. ഡിഡക്ഷൻ ഉണ്ട്. നീ ഒരു കല്യാണം കൂടി നീ വരണ്ടില്ലേ? എല്ലാരോടും തന്നു. താങ്ക് യു. You did a good. Thank you. എങ്ങനെയുണ്ട്? പറഞ്ഞു പറയുക. തരാം.